ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാർട്ടിക്കിൾസ് എങ്ങനെയല്ലോ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള പരിപാടികളാണ് ഇനി. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരുത്തൻ്റെ വെലോസിറ്റി 10 i cap ആണ്. ഇതാണ് ഒരുത്തൻ്റെ വെലോസിറ്റി 10 i cap ആണ്. അതേപോലെ മറ്റൊരുത്തൻ്റെ വെലോസിറ്റി ബിയുടെ വെലോസിറ്റി 10 i cap മൈനസ് 5 j cap ആണ്. അപ്പോൾ നമ്മളെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെത്തേഡ്? നമ്മൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് തന്നെ കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാണ്. എല്ലാം അത് ഈ പറഞ്ഞ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഐഡിയലും മെത്തേഡ് അപ്ലൈ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുത്തൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മറ്റൊരുത്തൻ്റെ വെലോസിറ്റി, ദാറ്റ് മീൻസ് ഒരുത്തൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള മറ്റൊരുത്തൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ഞാൻ പറയും ഞാൻ എയുടെ തലൻ്റെ മുകളിൽ പോയിട്ടിരിക്കും. ഓക്കെ, എയുടെ തലൻ്റെ മുകളിൽ പോയി ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബി ദാറ്റ് ഈസ് 10 i cap മൈനസ് 5 j cap മൈനസ് വെലോസിറ്റി ഓഫ് എ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് ക്യാൻസൽ. ഇപ്പോൾ മൈനസ് 5 j cap. അപ്പം എയുടെ തലയിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ എയുടെ തല ഇതാ എ എന്ന് പറഞ്ഞ തലയിൽ പോയിട്ട് ഇരുന്ന്. അപ്പോൾ അങ്ങനെ ബി എങ്ങനെയോട്ടേക്ക് വരുന്നത്? ബി താഴോട്ടേക്ക് മൈനസ് 5 i capലോട്ടേക്ക് വരുന്നത് എന്ന രീതിയിലാണ് കാണപ്പെടുന്നത് എയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ എയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആ ഒരു മിനിമം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ആക്ച്വൽ ഡിസ്റ്റൻസിനായിരിക്കും. കാരണം എയുടെ കണ്ണിലൂടെ അയാൾ ഏറ്റവും അടുത്തോട്ട് വരുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിരിക്കും. കാരണം വെച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങാറാണ്. രണ്ടുപേരും അങ്ങോട്ട് ഒരുമിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിനിമം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് എടുക്കാറ്. പക്ഷേ ഒരുത്തനെ റെസ്റ്റ് ആയിട്ട് വന്ന പോലെ ആയില്ലേ. ഇപ്പം ഒരുത്തൻ റെസ്റ്റ് ആയി, കാരണം വെച്ചാൽ അവൻ്റെ റിലേറ്റീവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുത്തൻ റെസ്റ്റ് ആയി, പിന്നെ മറ്റൊരുത്തൻ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുമ്പോൾ ആ ഒരു ഇവൻ ഇങ്ങോട്ടേക്കാണ് വെലോസിറ്റി, ഇങ്ങോട്ട് താഴോട്ടേക്കാണ് വെലോസിറ്റി പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഇവൻ്റെ കാഴ്ചപ്പാട് ഇവൻ താഴോട്ടേക്ക് വെലോസിറ്റി പോകുന്നത്. അപ്പോൾ ഇവിടെ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്. അപ്പോൾ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് ഡി മിനിമം. അപ്പോൾ ആ മിനിമം ഡിസ്റ്റൻസ് എങ്ങനെ നടത്താൻ പറ്റും? ഇത് ഈ പറഞ്ഞ 10 തന്നെയല്ല സംഭവം, വളരെ സിമ്പിൾ 10 ആണ്. അപ്പം മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ദാറ്റ് ഈസ് 10 എന്ന് പറയാൻ പറ്റും. ശരി, ഇനി ഇവൻ എത്ര 5 മീറ്റർ/സെക്കൻഡ് താഴോട്ടേക്കാണ് വീഴുന്നത്? അപ്പോൾ ഏത് സമയത്താണ് എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. റൈറ്റ്, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സ്പീഡ് ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ടൈം ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ദാറ്റ് ഈസ് 20 ഡിവൈഡ് ബൈ ടൈം. ദാറ്റ് ഈസ് ടൈം എത്രയാണ്? 20 ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ/സെക്കൻഡ് റിലേറ്റീവ്ലി. സോ 4 എന്ന് പറയാൻ പറ്റും. 4 സെക്കൻഡ്സ് കൊണ്ട് അവർ രണ്ടാലും ഒരുമിച്ച് എന്നല്ല അവർ ഏറ്റവും മിനിമം ഗ്യാപ്പിൽ എത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ എന്താണ് ബിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലും ചെയ്യാം. ബിയുടെ പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പോൾ ബി എന്താ കാണുന്നത്, എങ്ങനെയാണ് എ പോകുന്നത്, എന്നിട്ട് എ എങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ അതിൻ്റെ ലൈൻ ഓഫ് മോഷൻ. കാരണം ഇവർക്ക് തമ്മിൽ എന്താണ് റിലേറ്റീവ് ആക്സലേഷൻ കാര്യങ്ങൾ, ആക്സലേഷൻ ഇല്ല എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ റിലേറ്റീവ് ആക്സലേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ബിയുടെ കണ്ണിൽ എ ഒരു വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സ്ട്രൈറ്റ് ലൈൻ മോഷനിലായിരിക്കും പോകുക. അപ്പോൾ ആ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ നീട്ടി വരക്കുക. എന്നിട്ട് അവർ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അങ്ങോട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും മൂവിങ് പാർട്ടിക്കിൾസിൻ്റെ. പിന്നെ അടുത്ത് നോക്കി ക്വസ്റ്റ്യൻ എന്താണ്? എ 20 മീറ്റർ/സെക്കൻഡ് ഇങ്ങനെ പോകുന്നുണ്ട്, ബി മുകളിലോട്ടേക്ക് 20 മീറ്റർ/സെക്കൻഡ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ്റെ റെസ്പെക്റ്റിൽ എഴുതാം. അപ്പോൾ ഒരുത്തൻ്റെ റെസ്പെക്റ്റിൽ പരിപാടികൾ എഴുതാം. ദാറ്റ് മീൻസ് ഞാൻ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എഴുതാൻ പോവാണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ബി ദാറ്റ് ഈസ് 20 j cap മൈനസ് വെലോസിറ്റി ഓഫ് എ ദാറ്റ് ഈസ് 20 i cap. ദാറ്റ് മീൻസ് ബി എങ്ങനെയാണ് പോകുന്നത്? എയുടെ കാഴ്ചപ്പാടിൽ ബി എങ്ങനെയാണ് പോകുന്നത്? 20 j capലും 20 i capലും. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് എയുടെ കാഴ്ചപ്പാടിൽ ബി പോകുന്നത്. ഇതിൻ്റെ നെറ്റ് വെലോസിറ്റി ആണല്ലോ. അപ്പോൾ അതാ എ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എയുടെ കാഴ്ചപ്പാടിൽ ബി ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ വെലോസിറ്റി. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ വരക്കണോ അല്ലെങ്കിൽ ഇത് എങ്ങോട്ടേക്ക് വരുന്നത്? 45 ഡിഗ്രി എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇങ്ങനെ വരക്കണോ എന്ന് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ അഥവാ ഇങ്ങനെ വരച്ചെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഇത് സാർ ഇപ്പം വരച്ചത് കറക്റ്റാണ്. ഓക്കെ, അത് എന്തുകൊണ്ട് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ വിചാരിച്ചോ. ഓക്കെ, ഇതൊന്ന് സ്കേർവായി പോയല്ലോ. അപ്പോൾ ഈ ചങ്ങായി ഇങ്ങനെ നേരെ പോകുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ഇതായിരിക്കും, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എത്ര ആംഗിൾ? 45 ഡിഗ്രി. ആക്ച്വലി ഇതാണ് 45. ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചപ്പോൾ ആ ഒരു വെക്ടറും ഇതും തമ്മിൽ 45 ഡിഗ്രി 20 ആണ് 45 ഡിഗ്രി ആവും. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ആണ്. ദാറ്റ് മീൻസ് ഈ ആംഗിൾ 45 ആണ്. ദാറ്റ് മീൻസ് ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സൈഡ്, ഈ ഒരു ട്രയാങ്കിളും അപ്പോൾ നീലുള്ള കംപ്ലീറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ 400. ഓക്കെ, അപ്പം ഈ വലിയ ഡിസ്റ്റൻസ് 400 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിന് ഇവിടെ 500 എന്നാണ് തന്നിട്ടുള്ളത്. എ മുതൽ ഈ പറഞ്ഞ തറ്റം വരെ ഉള്ള ഇവിടുന്ന് മുതൽ ഈ തറ്റം മുതൽ ഇവിടം വരെ ഡിസ്റ്റൻസ് 400 പോലും. പക്ഷേ എ മുതൽ ഈ വോൾ വരെ 500 മീറ്ററേ ഉള്ളൂ. അപ്പോൾ വലിയ ഡിസ്റ്റൻസ് 400 എന്ന് പറയുന്നത് ഒരു മണ്ടത്തരം അല്ലേ? കാരണം വലിയ ഡിസ്റ്റൻസ് ഇവിടെ 500 ആണുള്ളത്. ദാറ്റ് മീൻസ് ഇങ്ങനെ വരക്കുന്നതാണ് കുറച്ചും കൂടി കറക്റ്റ്, മാത്തമാറ്റിക്കലിയും ലോജിക്കലിയും കറക്റ്റ് ആവുന്നത് ഇങ്ങനെ വരക്കുന്നുണ്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരക്കും. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് 400.
ഓക്കെ, ഇവിടെ മുതൽ ഇവിടം വരെ ടോട്ടൽ 500. അത് കുറച്ച് ലോജിക്കലി കറക്റ്റ് ആവുന്നില്ല, കാരണം ചെറിയ ഡിസ്റ്റൻസ് 400, വലിയ ഡിസ്റ്റൻസ് 500 അങ്ങനെ തന്നെ വരുന്നുണ്ട്. ബാക്കിയുള്ളത് ഇവൻ 100. അപ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവൻ 100 ആണല്ലോ, ഇവൻ്റെ 100 ഞാൻ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്കൊരു, അപ്പം 100 cos 45, 100 cos 45 മീൻസ് 100/√2. അതാണ് മിനിമം ഡിസ്റ്റൻസ് എന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഇനി സമയം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയല്ല പോകുന്നത്, നമ്മൾ എയുടെ കാഴ്ചപ്പാടിൽ ബി ഇങ്ങനെയാണ് പോകുന്നത്. ഇനി അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടണം. സമയം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഒരു കാര്യം അറിയാം, ഇത് 400, ഇതും 400, ഈ ട്രയാങ്കിൾ ദാറ്റ് മീൻസ് ഇത് 400√2 ആണെന്ന് കാര്യം മനസ്സിലായി. ഇത് 400√2 പോരാനായിട്ട് ഒരു എക്സ്ട്രാ ഇതും കൂടി ഉണ്ട്, 100√2. ദാറ്റ് മീൻസ് 400√2 പ്ലസ് 100/√2 ഓടി വളരെ ടോട്ടൽ വെലോസിറ്റി. ഇയാൾ എത്ര വെലോസിറ്റിയിലാണ് പോകുന്നത്? 20. ഇത് വിത്ത് റെസ്പെക്ട് ടു എ കേട്ടോ. സോ 20√2 ഇതാണ് ടോട്ടൽ ടൈം എടുക്കുന്നത് എന്ത് മിനിമം ഡിസ്റ്റൻസിൻ്റെ പോയിന്റിലേക്ക് ബി എത്താൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഫൈൻഡ് എ മിനിമം ഗ്യാപ്പ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നും പറയും കേട്ടോ ക്വസ്റ്റനിൽ. അപ്പോൾ എങ്ങനെയാണ്, എ 20 m/s പോകുന്നുണ്ട്, ബി 20/√2 m/s പോകുന്നുണ്ട്. കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദിസ് ഈസ് 100√2, ദിസ് ഈസ് 100. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഒരുത്തൻ്റെ റെസ്പെക്റ്റിലായിട്ട് എഴുതും പരിപാടി. അപ്പം വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എഴുതാം. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ബി ദാറ്റ് ഈസ് 20/√2 √3 j cap മൈനസ് 20 i cap. അപ്പം എയുടെ കാഴ്ചപ്പാടിൽ ബി എങ്ങനെയാണ് പോകുന്നത്? ബി മുകളിലോട്ടേക്ക് 20, ഇടത്തോട്ടേക്ക് -20 പോകുന്നുണ്ട്. ശരി, ഇങ്ങനെ വരക്കാം. ഇനി ഇങ്ങനെ വരക്കണോ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇത് 60 ആണ്. അപ്പോൾ മാത്തമാറ്റിക്കലി കറക്റ്റ് ആവില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വാല്യൂ കണ്ടെത്തി നോക്ക്, ഈ ഒരു 60, ഇത് 60 ഡിഗ്രി. അങ്ങനെ ആകുമ്പോൾ എത്ര, ഇത് tan 60 എടുത്താലും മനസ്സിലാവും ഈ വാല്യൂ 300 ചെറുതായിരിക്കും മേ ബി. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ആവില്ല. അപ്പോൾ ആ കറക്റ്റ് ആവുന്ന രീതിയിലായിരിക്കും നമ്മളിനി വരക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നേരെ വരച്ച്, അപ്പോൾ ഇതാണ് നമ്മൾ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ ഫൈൻ. ഇത് 60 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ് 60 തന്നിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ ഡൗട്ട് ഉണ്ടാവില്ല ഇങ്ങനെ 60 ആയെന്ന്. ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് tan എടുക്കാം. tan തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് 20/20/√3. അപ്പോൾ നമുക്ക് കിട്ടും √3 ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഈ ആംഗിൾ 60 അല്ലേ? ഫൈൻ, ദിസ് ആംഗിൾ 60 ആണ്. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്, നമ്മൾ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താം? ഇത് 60, അപ്പോൾ ഇത് എത്രയാണ്? 30. ഈ ആംഗിൾ 30 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ 30, ഇത് 90. അപ്പോൾ ഇത് എത്ര? 60. ഈ ആംഗിൾ 60 ആയി. ഫൈൻ. ഇത് എത്ര? 200, ബിക്കോസ് ഇത് 100 ആയതുകൊണ്ട്. അങ്ങനെ 100 എന്ന് കിട്ടിയത്, കാരണം ടോട്ടൽ 300 വന്നത്. അങ്ങനെ ടോട്ടൽ 300 ഇട്ടാൽ ജസ്റ്റ് tan 60 എടുത്ത് നോക്ക്. tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്, എനിക്ക് അറിഞ്ഞൂടെ, ഓപ്പോസിറ്റ് അറിഞ്ഞൂടെ. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 100√3 ഇസ് ഈക്വൽ ടു, നമുക്ക് പറയാൻ പറ്റും വെറും √3. സോ ഉള്ളോട്ടേക്ക് പോകുന്ന സമയത്ത് 100 എന്ന് കിട്ടും. അപ്പോൾ ഇത് ടോട്ടൽ 300 കിട്ടി. ഓക്കെ ശരി. അപ്പോൾ ഇത് 200 എന്ത് ചെയ്യുക, ഇതിനെ പിടിച്ചിട്ട് 200 cos 60 എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. വളരെ സിമ്പിളായിട്ട് ക്ലോസസ്റ്റ് അപ്രോച്ചിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ ഫൈൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, എ എന്ന് പറഞ്ഞ ആളുടെ ഇങ്ങനെയാണ് പോകുന്നത്, പി എന്ന് പറഞ്ഞ ആളുടെ ഇങ്ങനെ പോകുന്നത്. ഇവർ തമ്മിലുള്ള മിനിമം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഒരുത്തൻ്റെ റെസ്പെക്റ്റിലേക്ക്, അപ്പോൾ ഞാൻ തൽക്കാലം എടുക്കുകയാണ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ദാറ്റ് മീൻസ് ബിയുടെ അപേക്ഷിച്ചിട്ട് വെലോസിറ്റി ഓഫ് ബി എന്ന് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് 10√2 i cap പ്ലസ് 10√2 അല്ല 10 ആണ്, കാരണം 10 i cap പ്ലസ് 10 j cap പ്ലസ് അല്ല മൈനസ്, ബിക്കോസ് ഇനി എയുടേത് ബിയുടെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 70 പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് വരും, ബിക്കോസ് ഒരു എക്സ്ട്രാ മൈനസ് ഉണ്ട്, അത് ഓൾറെഡി പ്ലസ് 70 j cap അല്ല i cap, സോറി i cap മൈനസ് 70 j cap. എല്ലാം കൂട്ടി കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 80 i cap മൈനസ് 60 j cap ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ബി എന്ന് പറയുന്ന മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ബി നിൽക്കുന്നുണ്ട്. അപ്പം എനെ സംബന്ധിച്ച് എയുടെ ഇങ്ങോട്ടേക്ക് 80, താഴോട്ടേക്ക് എത്രയാണ്? 60. ഓക്കെ, ആ രീതിയിൽ പോകുന്നത്. അപ്പം
ഇയാളുടെ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കായിരിക്കും. അപ്പോൾ അതിനെ നേരെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഞാൻ നീട്ടി വരക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരൊറ്റ വര ഇങ്ങനെ ഇങ്ങോട്ടേക്കായിരിക്കും. ആ രീതിയിൽ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്കറിയാലോ, ഒന്നെങ്കിൽ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് ഈ ബീൻ്റെ ഇങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ റൈറ്റിലേക്ക് എടുക്കുക. അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ക്രോസസ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ദിസ് തിങ്. അപ്പോൾ അത് കണ്ടെത്തല പരിപാടി. ഇനി ഈ ആംഗിൾ എത്രയാണെന്ന് നോക്കുക. നമുക്കറിയാം tan 60 വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടും. എത്ര tan 60 ഡിവൈഡഡ് ബൈ tan 60 എന്ന് പറഞ്ഞാൽ tan തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 60 ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് 3/4. സോ 3/4 ആണെങ്കിൽ ദാറ്റ്സ് ഒബ്വിയസ്ലി 37 ഡിഗ്രി ആയിരിക്കും. ഇത് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് 37 ഡിഗ്രി ആണ്. ഈ ആംഗിൾ 37 ആണെങ്കിൽ സിമിലർലി ദിസ് ആംഗിൾ ഇസ് ഓൾസോ 37 ഡിഗ്രി. ഫൈൻ. ഈ ആംഗിൾ അപ്പം 53 ഡിഗ്രിയാണ്. ഇത് 53 ഡിഗ്രി ആണെങ്കിൽ ഞാൻ ഒരു tan 53 എടുക്കും. tan 53 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് 4/5 ഇസ് ഈക്വൽ ടു, എനിക്കറിഞ്ഞു ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് അറിഞ്ഞുകൂടാ, അപ്പോൾ ഞാൻ ഇതിനെ എക്സ് എന്ന് വിളിക്കും. ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് 90. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാണെന്ന് വെച്ചാൽ ഇവിടെ റിലേറ്റീവ് ആക്സലേഷൻ എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം ഇവർ രണ്ടാൾ എയറിലാണ്. അപ്പോൾ രണ്ടുപേർക്കും ജി സെയിം ആണ്. അപ്പോൾ റിലേറ്റീവ് ആക്സലേഷൻ ഇല്ല. അതുകൊണ്ടാണ് ഇയാളുടെ വെലോസിറ്റി ഇയാളെ സംബന്ധിച്ചിട്ട് എന്താണ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് ഇവിടെ കിട്ടിയത് എക്സ് എന്ന് പറഞ്ഞാലുണ്ട്, ഞാൻ ഈ കംപ്ലീറ്റ് ഡിസ്റ്റൻസ് ആണ് 72 ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വരച്ച ഞാൻ വരച്ച സംഭവത്തിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നേരം. എനിവേസ് ഈ പറഞ്ഞ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടി വളരെ സിമ്പിളാണ്. ജസ്റ്റ് എന്താ കണ്ടെത്തേണ്ടത്, ഇവിടെ ഞാൻ tan 37 എടുക്കും. ഇത് ഈ പറഞ്ഞ ഇത് ഇങ്ങനെ വരക്കാം. ഇവിടെ നിന്ന് tan 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 110 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് 90. സോറി ഓപ്പോസിറ്റ് സൈഡ് ആദ്യം. സോ ദാറ്റ് ഈസ് 90 ഡിവൈഡ് ബൈ 110 പ്ലസ് എക്സ്. അങ്ങനെ എക്സ് സിമ്പിളായിട്ട് കിട്ടും 10 ആണെന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ ഈ കൊളീഷൻ്റെ ക്വസ്റ്റ്യൻസ് വിത്ത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് y സോ ദാറ്റ് ബോത്ത് പാർട്ടിക്കിൾ ക്യാൻ കൊളൈഡ്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് മറ്റേ റിലേറ്റീവ് വെലോസിറ്റി ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ജസ്റ്റ് നോർമലായിട്ട് ചിന്തിക്കുകയാണ്. ഓക്കെ ഫൈൻ. ഇയാൾ എത്ര സെക്കൻഡിലാണ് ഇവിടെ എത്താൻ? 50 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ഓരോ സെക്കൻഡ് 50 മീറ്റർ വെച്ച് പോകുന്നുണ്ട്. അതിനെ നമ്മൾ 100 മീറ്റർ എത്ര സെക്കൻഡ് എടുക്കും? ഇയാൾ 2 സെക്കൻഡ് കൊണ്ട് ഈ പറഞ്ഞ പോയിന്റിലെത്തും. ഫൈൻ. കാരണം കൊളൈഡ് എന്നുണ്ടെങ്കിൽ ആകെ ഒരു ഓപ്ഷനാണ് ഇയാൾ ഇവിടെ വരണം, ഇയാൾ ഇവിടെ വരണം, രണ്ടുപേരും ഒരുമിച്ച് തട്ടണം. അത്രേ ലോജിക്കലി ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഇയാൾ എത്ര സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്താൻ? ഇയാളുടെ ഡിസ്റ്റൻസ് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇയാൾ 2 സെക്കൻഡ് കൊണ്ട് ഡെഫിനറ്റ്ലി ഇവിടെ എത്തണം. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തണം മീൻസ് ഇവിടെ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക? ഓരോ സെക്കൻഡിലും ഇയാൾ 50√2 മീറ്റർ പോകുന്നുണ്ട്. 2 സെക്കൻഡ് ഇയാൾ എത്ര മീറ്ററിൽ പോകും? 100√3 മീറ്ററിൽ പോകും. 100√3 മീറ്ററിൽ പോകും. അതുകൊണ്ട് ഈ ഒരു വൈയുടെ വാല്യൂ ദാറ്റ് ഈസ് 100√3 എന്നുള്ള കാര്യം കിട്ടും. പിന്നെ നമുക്ക് നോർമലായിട്ട് നമ്മളെ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് വെച്ച് ചെയ്യാം. ഒരുത്തൻ്റെ റെസ്പെക്റ്റിൽ മറ്റൊരുത്തൻ്റെ രീതിയിൽ കണ്ടെത്താം. ഇത് വേറെ ടൈപ്പാണ്. ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടികൾ എങ്ങനെ അറിയുന്നുണ്ട്, പിന്നെ വേറൊരു പാർട്ടികൾ ഈ രീതിയിൽ അറിയുന്നുണ്ട്. ഫൈൻ. അപ്പോൾ എന്താണ് എടുത്താൽ പറയുന്നത്? ഫൈൻഡ് യു സോ ദാറ്റ് ദേ കൊളൈഡ് ഇൻ എയർ. ഇതെന്താണ്? ഒരുത്തൻ്റെ റെസ്പെക്റ്റിൽ മറ്റൊരുത്തൻ്റെ വെലോസിറ്റി. അപ്പം ബീനെ നമ്മൾ ബി റിലേറ്റീവ് ആക്കി വെക്കാം. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് എ ദാറ്റ് ഈസ് യു ഐ ക്യാപ് മൈനസ് 40 ജെ ക്യാപ് പ്ലസ് 30 ഐ ക്യാപ്. വെലോസിറ്റി ഓഫ് ബി ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടും 30 പ്ലസ് യു ഐ ക്യാപ് മൈനസ് 40 ജെ ക്യാപ് ആണ് നമ്മളെ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ഓക്കെ, അപ്പം ബീനെ സംബന്ധിച്ചിട്ട് ഈ രീതിയിലാണ് പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. ബീനെ സംബന്ധിച്ച് എ ഇങ്ങനെയാണ് പോകുന്നത്, എയുടെ ലാസ്റ്റ് വെലോസിറ്റി ഇങ്ങനെയാണ് പോകുന്നത്. ഫൈൻ, ഒക്കെ കറക്റ്റാണ്. കാരണം ഇവ രണ്ടാളും കൊളൈഡ് ചെയ്യണം അല്ലേ? കൊളൈഡ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നേരെ വരച്ച് ഇവനെ കൊണ്ടുപോയിട്ട് കൂട്ടിമുട്ടുന്നതല്ല. കാരണം ബീനെ സംബന്ധിച്ചിട്ട് അവൻ്റെ മേത്തിലേക്ക് കൊണ്ട് അടിക്കണം ആര്? എ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ നേരെ വരച്ചു. അതാണ് മിനിമം ഡിസ്റ്റൻസ്. ഇനി എന്താ കണ്ടെത്താൻ പറയുന്നത്? വാട്ട് വാസ് ആക്ച്വലി ആസ്ക്ഡ്? ഫൈൻഡ് യു. ഓക്കെ, ഇവ രണ്ടാൾ യു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നോർമൽ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യും. ഞാൻ tan തീറ്റ അങ്ങോട്ട് അപ്ലൈ ചെയ്യും. tan തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ആദ്യം tan തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ യു പ്ലസ് 30 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു ട്രയാങ്കിൾ tan തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇത് ടോട്ടൽ 30 പിന്നെ ടോട്ടൽ 70. അപ്പം 40 ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ 40 അല്ലേ? സോ 40 ഹോൾ ഡിവൈഡഡ് ബൈ opposite side by adjacent, that is also 40. So I could say that 40 is equal to u plus 30 and u is equal to 10 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവർ തമ്മിൽ ആക്സലറേഷൻസ് റിലേറ്റീവ്ലി ആക്സലറേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി ലോജിക്കലി ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ലോജിക്കലി ചിന്തിക്കുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവനെ ഇങ്ങനെ വീണെന്ന് വെച്ചോ. ഇവർ തമ്മിലുള്ള യുവും എ എന്ന് പറഞ്ഞ പാർട്ടിക്കളും ബിയും തമ്മിലുള്ള പാർട്ടിക്കളും തമ്മിലുള്ള വൈ ആക്സിലെ ഡിസ്റ്റൻസ് എത്ര? സ്വാഭാവികമായിട്ടും 40 ആണല്ലോ, 40 മീറ്റേഴ്സാണ് വൈ ആക്സിലെ ഡിസ്റ്റൻസ് ഉള്ളത്. ഓക്കെ, അപ്പം റിലേറ്റീവ്ലി പറയുന്ന സമയത്ത് എയും ബിയും വൈ ആക്സിൽ അടുത്ത് വരണം. വൈ ആക്സിസ് ഒരുമിച്ചായിട്ട്, അല്ലെങ്കിൽ വൈ ആക്സിസ് എന്താ ഇപ്പോൾ ഈ പറഞ്ഞ 30 മീറ്റർ ഡിഫറൻസ് ഉണ്ടല്ലോ, അല്ല സോറി എത്ര പറഞ്ഞാൽ 40 മീറ്റർ ഡിഫറൻസ്. അപ്പോൾ റിലേറ്റീവിൽ പറയുന്ന സമയത്ത് ആ 40 മീറ്റർ ഡിഫറൻസ് കംപ്ലീറ്റ്ലി പോയി കിട്ടണം. ദാറ്റ് മീൻസ് അവർ രണ്ടാളും ആ ഒരു 40 മീറ്റർ ഡിഫറൻസിൽ പോയി തീരണം. അപ്പോൾ ഞാൻ പറയാണ് എന്താണ് യുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു, ഇനിയിപ്പോൾ വൈ ആക്സിസിൽ മാത്രം ചിന്തിക്കാൻ വേണം, വൈ ആക്സിസിൽ മാത്രം ചിന്തിക്കാം. ഓക്കെ, യുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് വൈ ആക്സിൽ മാത്രം ചിന്തിക്കുകയാണ്. സോ യുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു യു അല്ല, പറയുന്ന തെറ്റിപ്പോയാലും പിന്നെയും എയുടെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി ഇൻ ദ വൈ ആക്സിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഒബ്വിയസ്ലി -40 അല്ല, -40 എന്നല്ല, ഇവനക്ക് പ്രത്യേകിച്ച് വെലോസിറ്റി ഒന്നും ഇല്ല അല്ലേ, ഇവന് വെലോസിറ്റി ഒന്നും ഇല്ലാത്ത ലാസ്റ്റ് 40 മാത്രമേ ഉള്ളൂ അല്ലേ, 40 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ റിലേറ്റീവ്ലി നമുക്ക് വരാൻ പറ്റും 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്താ എയും ബിയും തമ്മിലുള്ള ആ ഒരു വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും വെലോസിറ്റീസ് റിലേറ്റീവ്ലി. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് 40 മീറ്റേഴ്സിൽ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ആയിട്ട് ഇവർ തമ്മിലുള്ള 40 മീറ്റേഴ്സ് തീർന്നു കിട്ടണം. കാരണം എന്നാലും അവരെ കൊളൈഡ് വരും, അവർ രണ്ടാളും ബൈക്ക് ഓർഡിനേറ്റ്സ് ഒരുമിച്ച് വരണം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് 40 മീറ്റേഴ്സിൽ 40 തീരുന്നെങ്കിൽ ദാറ്റ് മീൻസ് എത്ര സെക്കൻഡ് എടുക്കും? 1 സെക്കൻഡ് എടുക്കും ഇവർ കൊളൈഡ് ചെയ്യാൻ. ഓക്കെ ഫൈൻ, അപ്പോൾ ഇവർ കൊളൈഡ് ചെയ്യാൻ 1 സെക്കൻഡ് എടുക്കും എന്നുള്ള കാര്യം മനസ്സിലായി. ശരിക്കേ ഫൈൻ. ഇനി അടുത്ത എക്സ് ആക്സിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് സ്വാഭാവികമായിട്ടും 40 മീറ്റേഴ്സാണ്. അപ്പോൾ എക്സ് ആക്സിൽ ഇവരുടെ റിലേറ്റീവ് വെലോസിറ്റിയുടെ ആ ഒരു എത്ര? എക്സ് ആക്സിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 30 + u. സോ 30 + u വെലോസിറ്റീസ് ആണ്. അപ്പം 30 + u എത്ര സെക്കൻഡിൽ പോകണം? 30 + u 40 മീറ്റർ പെർ സെക്കൻഡിൽ പോകണം. 30 + u എന്ന് പറഞ്ഞ സ്പീഡ് 40 മീറ്റർ പെർ, സോറി എന്താ പറയുന്നത് ഞാനല്ലേ, 30 + u എന്ന സ്പീഡിൽ 40 മീറ്റർ കവർ ചെയ്യണം റിലേറ്റീവ്ലി. കാരണം ഇവരുടെ എക്സ് ആക്സിസും ഒരുമിച്ച് വരണം. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. നമുക്ക് ടൈം എത്രയാണെന്നുള്ള കാര്യം അറിയാം, അത് എത്ര? 1 സെക്കൻഡാണ്. കാരണം നമ്മൾ ആ ഒരു വൈ ആക്സിസിൽ ചിന്തിച്ചപ്പോൾ കിട്ടിയ ടൈം 1 സെക്കൻഡാണ്. സോ ഡിസ്റ്റൻസ് അത് 40 ആണ് ഡിവൈഡ് ബൈ സ്പീഡ് ദാറ്റ് ഈസ് u + 30 ആണ്. ഇവിടെ നമുക്ക് യുടെ വാല്യൂ 10 എന്ന് നമുക്ക് ഓറലി തന്നെ ചിന്തിച്ചാൽ കിട്ടും. നമ്മൾ ആ റിലേറ്റീവ് വെലോസിറ്റി ടെക്നിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഈ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു വൈ ആക്സിസ് ആ ഒരു ഡിസ്റ്റൻസ് അല്ല സെപ്പറേഷൻ തീർന്നു കിട്ടണം, അതേപോലെ എക്സ് ആക്സിൽ ആ സെപ്പറേഷൻ തീർന്നു കിട്ടണം, എന്നാലേ രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്യുള്ളൂ. സോ വൈ ആക്സിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. സോ 40 മീറ്റർ പെർ സെക്കൻഡ് വൈ ആക്സിൽ ഡിഫറൻസ് ആയിട്ടുള്ള 40 മീറ്റേഴ്സ് കിടക്കണം. എത്ര സമയം എടുക്കും? ജസ്റ്റ് ഓൺലി സെക്കൻഡ്, 1 സെക്കൻഡ് എടുക്കും. ദാറ്റ് മീൻസ് ഇവർ രണ്ടാളും 1 സെക്കൻഡോട് കൊളൈഡ് ചെയ്യുന്ന കാര്യം മനസ്സിലായി. ഇനി എക്സ് ആക്സിലുള്ള ആ സെപ്പറേഷൻ കോർണർ കിട്ടണം, എക്സ് ആക്സിൽ ആ സെപ്പറേഷൻ കോർണർ കിട്ടണം, എന്നാൽ ഇവർ കൊളൈഡ് ചെയ്യുന്ന പറയുള്ളൂ. എക്സ് ആക്സിലും വൈ ആക്സിലും കൊളൈഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവർ കൊളൈഡ് ചെയ്തത് അല്ലേ. അങ്ങനെ ആ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എത്ര? 40 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം എക്സ് ആക്സിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് u + 30 ആണ്. സോ u + 30 1 സെക്കൻഡ് കൊണ്ട് 40 മീറ്റേഴ്സ് കവർ ചെയ്യണം. ദാറ്റ് മീൻസ് 1 സെക്കൻഡ് ഇസ് ഈക്വൽ ടു എത്ര പറയാൻ പറ്റും? 40 ഡിവൈഡ് ബൈ u + 30. സോ u + 30 ഇസ് ഈക്വൽ ടു 40. സോ u ഇസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് എങ്കിലും മിനിമം വേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ.